Hey traders, welcome back another episode of Smart Money Series. ഐ തിങ്ക് ഇത് സ്മാർട്ട് മണി സീരീസിന്റെ 31ാമത്തെ എപ്പിസോഡാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. സോ ഇന്നത്തെ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങളിപ്പം സ്മാർട്ട് മണിയുടെ കോഴ്സ് കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു ആൻഡ് നിങ്ങൾ അതിന്റെ പ്രാക്ടീസിലാണെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ട്രാറ്റജി പഠിച്ചു ആൻഡ് നിങ്ങൾക്ക് അത് സ്ട്രാറ്റജി എന്ത് ചെയ്യണം, റിയൽ മാർക്കറ്റിൽ അത് കൊണ്ടുവരണം, അത് അപ്ലൈ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റാണ് നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി സ്മാർട്ട് മണി ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ, നിങ്ങൾക്ക് ഓഫ് കോഴ്സ് എന്ത് ചൂസ് ചെയ്യാം, ഒരു നല്ല റിലയബിൾ ആയിട്ടുള്ള ബ്രോക്കർ ചൂസ് ചെയ്യാം. വിച്ച് മീൻസ് നമുക്ക് ഒരു സെറോദ യൂസ് ചെയ്യാം, അപ്സ്റ്റോക്സ് യൂസ് ചെയ്യാം, ഏഞ്ചൽ വൺ യൂസ് ചെയ്യാം ആൻഡ് ഒരുപാട് ഗ്രോ പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോം ഇൻഡസ്ട്രിനകത്തുണ്ട്. ആൻഡ് ഈ പ്ലാറ്റ്ഫോംസ് എല്ലാം വരുന്നത് അണ്ടർ സെബി. ഓക്കെ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ് ഈ ഒരു എല്ലാ ഫോറക്സ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ബ്രോക്കേഴ്സിന്റെ മുകളിലെല്ലാം ഇന്ത്യൻ ഗവൺമെന്റ് എന്തുണ്ട്, ഒരു കൺട്രോൾ ഉണ്ട്. വെച്ചാൽ യൂസേഴ്സിന് അത്ര പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സ്കാം ചെയ്യാനോ ഒന്നും പറ്റില്ല. വെച്ചാൽ എല്ലാത്തിന്റെയും മുകളിൽ ഗവൺമെന്റിന്റെ ഒരു ഐസ് ഉണ്ട്. ഓക്കെ, പക്ഷേ വെൻ കംസ് ടു ഫോറക്സ് ട്രേഡിംഗ്, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ആക്ച്വലി നടക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഒരുപാട് ബ്രോക്കേഴ്സ് ഇൻഡസ്ട്രിനകത്തുണ്ട്. ഇതിനകത്ത് എ ബുക്കിംഗ് ബ്രോക്കേഴ്സ് ഉണ്ട്, ബി ബുക്കിംഗ് ബ്രോക്കേഴ്സ് ഉണ്ട് ആൻഡ് ഡീൽ ഇൻഡെക്സ് ബ്രോക്കേഴ്സ് ഉണ്ട്, വൈറ്റ് ലാബിലിംഗ് ബ്രോക്കേഴ്സ് ഉണ്ട്. അങ്ങനെ ടു മെനി ബ്രോക്കേഴ്സ് എവിടെയുണ്ട്, ഈ ഒരു ഇൻഡസ്ട്രിനകത്തുണ്ട്. ആൻഡ് കഴിഞ്ഞ ഈ ഒരു വർഷത്തിനകത്ത് തന്നെ അറൗണ്ട് ഒരു 10-15 അക്കൗണ്ട്സ് ഞാൻ തന്നെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, ലോസസിൽ പോയിട്ടുള്ള. സോ ഈ അവരെ ബ്രോക്കേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരിക്കലും കേൾക്കാത്ത ആൻഡ് ഇൻഡസ്ട്രിയിൽ ഒരു നല്ല നെയിം ഇല്ലാത്ത പോലും ബ്രോക്കേഴ്സ് ആണ് ഇവരെല്ലാം യൂസ് ചെയ്യുന്നത്. ആൻഡ് അത് പല റീസൺ കൊണ്ടാണ് അവരിലേക്ക് എത്തിപ്പെടുന്നത്. സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ് വഴിയും ആൻഡ് നല്ല ഒരു ഹൈ റിട്ടേൺസ് ഓഫർ ചെയ്തിട്ടും ആൻഡ് സിഗ്നൽസ് ഓഫർ ചെയ്തിട്ടും, ഇങ്ങനെ പല രീതിയിലുള്ള ആളുകളാണ് ഇത്തരം ബ്രോക്കേഴ്സിൽ ചെല്ലുകയും അവിടെ ചെന്ന് പെട്ടുപോകുന്നതല്ല. ഇപ്പം ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് ഒരാളെ സംബന്ധിച്ചുള്ള ബ്രോക്കറെ ചൂസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇൻഡസ്ട്രിനകത്ത് ഒരുപാട് നല്ല ബ്രോക്കേഴ്സ് ഉണ്ട്. അൽപാരി, FXTM, അതുപോലെ തന്നെ IC മാർക്കറ്റ്, എക്സ്നസ് ആൻഡ് ടു മെനി ബ്രോക്കേഴ്സ്, നല്ല ബ്രോക്കേഴ്സും ഉണ്ട്. ആൻഡ് ഡീൽ ഇൻഡെക്സ് ബ്രോക്കേഴ്സ് ആയിട്ടുള്ള ഹോട്ട് ഫോറക്സ് ഉണ്ട്, പക്ഷെ ഇതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഡീലിംഗ് ബ്രോക്കേഴ്സ് ഒന്നും നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഒരു നല്ല റിലയബിൾ ആയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് ബ്രോക്കറാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. കാരണം എക്സ്നെസിനൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഓൺഗോയിങ് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. പല വിഡ്രോവൽസും റിജക്ട് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും നമുക്ക് ടോപ്പിക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കറന്റ്ലി നമ്മളൊരു ബ്രോക്കറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ആൻഡ് നിങ്ങൾക്കും നിങ്ങളുടേതായ ഡു യുവർ ഓൺ റിസർച്ച്. ഓക്കെ, നിങ്ങളുടേതായ ഒരു റിസർച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രോക്കറെ പിക്ക് ചെയ്യാം. പക്ഷെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ബ്രോക്കറാണ് നമ്മുടെ കമ്മ്യൂണിറ്റി സെർച്ച് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഇറ്റ്സ് വൺ ഈസ് അൽപാരി ആൻഡ് സെക്കൻഡ് വൺ ഈസ് FXTM. ആൻഡ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ FXTM ആണ് സ്റ്റുഡൻസിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ FXTM ഉം അൽപാരിയും രണ്ടും ഒരേ കമ്പനിയുടെ കീഴിലാണ്, എക്സിനിറ്റി ലിമിറ്റഡിന്റെ കീഴിലാണ് വരുന്നത്. സോ ഇപ്പം പുതിയ യൂസേഴ്സിനൊന്നും FXTM ഓൺബോർഡ് ചെയ്യുന്നില്ല. അപ്പം ഇപ്പൊ പുതിയ യൂസേഴ്സിനെല്ലാം ഏറ്റവും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ പ്ലാറ്റ്ഫോം അൽപാരിയാണ്. സോ വൈ അൽപാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോപ്പ് ക്ലാസ് സ്പ്രെഡ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. ചില അവരുടെ ഈസിൻ അക്കൗണ്ടിനകത്ത് നമ്മുടെ XAUSD, മിക്ക എല്ലാ ബ്രോക്കേഴ്സിനകത്തും ഹൈ സ്പ്രെഡ് വരുന്ന ഒരു പെയറാണ് XAUSD, XAGUSD പോലെ പെയർസ്. ഓൾസോ നമ്മുടെ നാസ്ഡാക്ക് ആണെങ്കിലും US30 ആണെങ്കിലും. പക്ഷെ കമ്പയർ ചെയ്യും ബാക്കിയുള്ള ബ്രോക്കേഴ്സ്, നമുക്ക് എൽപൈറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈസിൻ പ്രോ അക്കൗണ്ടിനകത്ത് ലെസ് ദാൻ 1 പിപ്പിന് താഴെ എന്ത് വരുന്നുള്ളൂ, സ്പ്രെഡ് വരുന്നുള്ളൂ. ഓൾസോ യൂറോ USD ആണ് സീറോ, അറ്റ്ലീസ്റ്റ് ഓൾമോസ്റ്റ് സീറോ ആണ് വരുന്നത്. GU ആണെങ്കിലും EU ആണെങ്കിലും AU ആണെങ്കിലും എല്ലാം അറ്റ്ലീസ്റ്റ് നല്ല ഡീസന്റ് സ്പ്രെഡ് ആണ് ഇൻഡസ്ട്രിയിൽ ഓഫർ ചെയ്യുന്നത്. ഓൾസോ കമ്മീഷനും കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ബ്രോക്കേഴ്സിനേക്കാളും എന്താണ്, കുറവാണ്. സോ നമ്മൾ ഇന്നത്തെ സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് അൽപൈനകത്ത് എങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രോക്കർ ചൂസ് ചെയ്യാൻ നിങ്ങളുടെ ബെറ്റർ ബ്രോക്കർ ചൂസ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ അൽപാരി ഓപ്പൺ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദി എല്ലാ സ്റ്റുഡൻസിനും അപ് ടു 100% ഡെപ്പോസിറ്റ് ബോണസ് കിട്ടുന്നുണ്ട്. മാക്സിമം $500 ആണ് ഡെപ്പോസിറ്റ് ബോണസ് കൊടുക്കുന്നത്. ആൻഡ് നമ്മളൊരു പുതിയൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. വൺസ് നിങ്ങൾ നമ്മുടെ IB ലിങ്ക് ത്രൂ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതിലൂടെ നിങ്ങൾ ഡെപ്പോസിറ്റ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് കിട്ടുന്ന റിബേറ്റിന്റെ 30% നമ്മൾ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആളുകൾ കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യും. നമ്മൾ വരുന്ന വീഡിയോയിൽ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇന്ന് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. അക്കൗണ്ട് അങ്ങനെ ഓപ്പൺ ചെയ്യുക, സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ അക്കൗണ്ട് ഓപ്പണിംഗ് റിലേറ്റഡ് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ്. ഓൾസോ നിങ്ങളിപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് അറ്റ്മോസ്ഫിയർ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമെങ്കിൽ, ഓഫ്കോഴ്സ് ഇവർക്ക് ഡെമോ അക്കൗണ്ട്സിന്റെ $1000 ഡെമോ അക്കൗണ്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെമോയിൽ ട്രേഡ് ചെയ്തത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം എന്ത് ചൂസ് ചെയ്താൽ മതി, അൽപാരി ചൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് യൂസ് ചെയ്യുന്ന ബ്രോക്കർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല ബെസ്റ്റ് ബ്രോക്കർ മാത്രം ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയുള്ള വാട്സ്ആപ്പ് നമ്പറും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്.
ഓൾസോ അൽപാരി അല്ലെങ്കിൽ എഫെക്സും കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ തന്നെ സ്റ്റുഡന്റ്സിന് ഡെഡിക്കേറ്റഡ് ആയുള്ള അക്കൗണ്ട് മാനേജറിനൊക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് മലയാളത്തിൽ ചോദിക്കാൻ ഒരാൾ ഓപ്പോസിറ്റ് സൈഡിലുണ്ടെങ്കിൽ മച്ച് ബെറ്റർ അല്ലേ? നമ്മുടെ പ്രശ്നമല്ല നമുക്കൊരു വിത്ഡ്രോവലിന്റെ പ്രശ്നം വരുമ്പോൾ സംസാരിക്കാൻ ഓപ്പോസിറ്റ് സൈഡിൽ ആളുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിരിക്കൂലേ? നിങ്ങളെ ഡൗട്ട് ചോദിക്കാനും നിങ്ങൾക്ക് എങ്ങനെയാണ് സപ്പോസ് നിങ്ങൾക്കിപ്പം ചാറ്റിൽ എന്തെങ്കിലും കേസിന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതിലുള്ള എല്ലാ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഇവരെന്ത് ചെയ്യും? നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോറി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയ ഒരുപാട് ഇൻഫർമേറ്റീവ് കണ്ടന്റും എഡ്യൂക്കേഷണൽ കണ്ടന്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഒരു സ്മാർട്ട് മണി കോൺസ് നമ്മൾ ഓൾസോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്മാർട്ട് മണിയുടെ ഫ്രം ദി അബ്സല്യൂട്ട് ബേസിക്സ് തൊട്ട് അഡ്വാൻസ് കാര്യമുള്ള എൻട്രീസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ടോപ്പ് നോച്ച് ക്ലാസ് ആണ്. ആൻഡ് പല വെഞ്ചേഴ്സിനകത്തും അവർ ഫീസ് വാങ്ങിച്ച് പഠിപ്പിക്കുന്ന കണ്ടന്റ് നമ്മളിവിടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ അൽപാരി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രേഡിംഗിനകത്തുള്ള മേജർ ആയുള്ള ഒരു നമ്മുടെ ട്രേഡിംഗ് ക്ലയന്റ് സെർവർ ആണ് MT5 ആൻഡ് MT4. സോ മെറ്റാകോട്ടിന്റെ മേജർ ആയിട്ടുള്ള വൺ ഓഫ് ദി ലിക്വിഡിറ്റി പ്രൊവൈഡർ ആണ് അൽപാരി എന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ റെഫറൻസ് ലിങ്ക് താഴെ കൊടുക്കാം. സോ അപ്പൊ ഇത്രയൊക്കെ പോരെ നമുക്ക് ഈ ഒരു ബ്രോക്കറിനെ ടെസ്റ്റ് ചെയ്യാം. സോ again without wasting time let's get started. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ലഭിച്ച ഇൻട്രൊഡ്യൂസർ ലിങ്കിൽ കൃത്യമായി ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ മേലെ കാണുന്ന 3 ലൈൻ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ട് പേജിൽ കൺട്രി ഓഫ് റെസിഡൻസ് സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. രജിസ്റ്റർ ആൻഡ് ഓപ്പൺ ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഈ ഒരു പേജിൽ നിങ്ങളുടെ ഒരു മെയിൽ ID എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാൻ ആവശ്യമായ ഒരു പാസ്വേഡും കൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും എൻ്റർ ചെയ്ത ശേഷം ക്രിയേറ്റ് മൈ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മെയിലിൽ ഒരു 4 അക്ക ഓൺ ടൈം പാസ്കോഡ് വന്നിട്ടുണ്ടാവും. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ നിങ്ങളുടെ മെയിലിൽ അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പാം ഫോൾഡർ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. മെയിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റെപ്പിൽ അക്കൗണ്ട് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഒരു 5 അക്ക സെക്യൂരിറ്റി കോഡ് ഇവിടെ എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഡ് നിങ്ങൾ മറന്നു പോകാതെ സൂക്ഷിക്കേണ്ടതാണ്. ഫണ്ട് വിഡ്രോവൽ സമയം ഈ കോഡ് കൊടുത്ത് വേണം നിങ്ങൾ വിഡ്രോവൽ പ്രോസസ്സ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഒരു 5 അക്ക സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക. കോഡ് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ടെൽ അസ് എബൌട്ട് യുവർ സെൽഫ്. ഇവിടെ നിങ്ങളുടെ പേര്, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയും കൊടുത്ത ശേഷം നെക്സ്റ്റ് അമർത്തുക. ഇവിടെ ലൈവ് അക്കൗണ്ട് വേണമോ പ്രാക്ടീസ് അക്കൗണ്ട് വേണമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ലൈവ് അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു പേപ്പർ ട്രേഡിംഗ് ആണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗോ വിത്ത് പ്രാക്ടീസ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ കണ്ടിന്യൂ വിത്ത് ലൈവ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുകയാണ്. വേർ ഡു യു ലീവ് ഈ പേജിൽ നിങ്ങളുടെ അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ് ഇത്രയും കൊടുത്ത ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. അതുപോലെ പ്ലേസ് ഓഫ് ബർത്തും നാഷണാലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക. ഇല്ലെങ്കിൽ നോ തന്നെ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ സോഴ്സ് ഓഫ് ഫണ്ട് ചോദിക്കുന്നുണ്ട്. ഇതൊരു റെഗുലേറ്ററി റിക്വയർമെൻ്റ് ആണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന എവിടെയാണ്, ജോബ് ടൈറ്റിൽ എന്താണ്, സോഴ്സ് ഓഫ് ട്രേഡിംഗ് ഫണ്ട് എവിടെ നിന്നാണ്, നിങ്ങൾ ടാക്സ് ചെയ്യുന്ന ഏത് രാജ്യത്താണ്. അതുപോലെ ടിൻ നമ്പർ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഐ ഡോണ്ട് ഹാവ് എ ടിൻ എന്നുള്ളത് മാർക്ക് ചെയ്ത് സബ്മിറ്റ് റെഗുലേറ്ററി ഇൻഫോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഈ കാണുന്നത് ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ പേജാണ്. മൈ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് എന്ന് കാണിക്കുന്ന ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഡിസ്ക്ലെയിമർ വായിച്ചു നോക്കിയ ശേഷം വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ചോദിക്കുന്ന പ്രോസസ്സുകളെല്ലാം കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ ഡേറ്റ പ്രൈവസി ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത കൺട്രിക്ക് അനുയോജ്യമായ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ID പ്രൂഫ്സ് കാണാൻ പറ്റും. ഏതാണോ അത് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ അമർത്തുക.
ഇവിടെ ഞാൻ നാഷണൽ ഐ ഡിയാണ് സെലക്ട് ചെയ്തത്. അതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫോട്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഗാലറിയിൽ നിന്നോ ഇല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ അതിൻ്റെ എഡ്ജസ് ക്ലിയർ ആയിട്ട് കാണത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുക. സ്കാൻഡ് കോപ്പീസ് ഒന്നും തന്നെ ഇതിൽ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഒറിജിനൽ ഐ ഡി ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ഗാലറിയിൽ സേവ് ചെയ്തോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഐ ഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ടാണ് നിങ്ങൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ അത് 24 ഹവേഴ്സിനകത്ത് പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈഡ് ആവുന്നതാണ്. വൺസ് ഇത് വെരിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ വഴി അക്കൗണ്ട് വെരിഫൈഡ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനും വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ടാബിനകത്ത് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. മോസ്റ്റ്ലി ഒരു 1-2 മിനിറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈഡ് ആവേണ്ടതാണ്. ഇനി അതല്ല ഒരുപാട് സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജ് റീലോഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ടാബ് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ alpari.com എന്നുള്ള വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് റീലോഗിൻ ചെയ്യേണ്ടതാണ്. റീലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഹോം ഇൻ്റർഫേസിലായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക. ഇവിടെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ മെനു ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫസ്റ്റായിട്ട് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാർട്ണർ ഡീറ്റെയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ കാണാൻ സാധിക്കുക. ഇവിടെ നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ട്രേഡിംഗ് അക്കൗണ്ടാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്. അതിനായി സെറ്റപ്പ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ സാഫ്രി ഓപ്ഷൻ വേണോ വേണ്ടതെന്ന് ആദ്യമേ ചോദിക്കുന്നുണ്ട്. ഞാൻ സാഫ്രി ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണ്. സാഫ്രി ഓപ്ഷൻ എന്താണെന്ന് അറിയാമല്ലോ, ഓവർനൈറ്റ് ഹോൾഡിംഗ് ചാർജാണ് സാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സാഫ്രി ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 3-4 ദിവസം വരെയൊക്കെ സാപ്പ് ഒഴിവായി കിട്ടും. ദെൻ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. മോസ്റ്റ് പോപ്പുലറിൽ സീറോ സ്പ്രെഡ് അക്കൗണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴെ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. സീറോ സ്പ്രെഡ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ സ്പ്രെഡ് കുറഞ്ഞ കമ്മീഷൻ അക്കൗണ്ടാണ്. സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ സ്പ്രെഡുള്ള കമ്മീഷൻ ഇല്ലാത്ത അക്കൗണ്ടാണ്. ഇനി ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $50 ഇട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു അക്കൗണ്ടാണ് സ്റ്റാൻഡേർഡ് അക്കൗണ്ട്. ഇനി അതല്ല അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സീറോ സ്പ്രെഡ് അക്കൗണ്ട് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പോപ്പുലറിനുള്ളിലുള്ള പ്രോ ഈസിയൻ അക്കൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയ അക്കൗണ്ട് ടൈപ്പ്. ഇവിടെ ഈസിയൻ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മെറ്റാഡേറ്റ 4ൽ മാത്രമേ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോ ഈസിയൻ അക്കൗണ്ട് 4ലും 5ലും അവൈലബിൾ ആണ്. ഈസിയൻ അക്കൗണ്ടിൽ കമ്മീഷൻ ഇല്ല, സ്പ്രെഡ് മാത്രമേ കാണത്തുള്ളൂ. പ്രോ ഈസിയൻ അക്കൗണ്ടിൽ സ്പ്രെഡ് കുറവായിരിക്കും, കമ്മീഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു സ്കാൽപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ പ്രോ ഈസിയൻ ആയിരിക്കും. ഇനി അതല്ല അത്യാവശ്യം സിംഗ് പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈസിയൻ അക്കൗണ്ട്സ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഞാനിവിടെ പ്രോ ഈസിയൻ അക്കൗണ്ട് ടൈപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ കറൻസി യൂറോ വേണോ USD വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ USD തന്നെ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ലിവറേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലിവറേജ് സെലക്ട് ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത് ക്രിയേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് MT4 ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലുക്ക് അറ്റ് MT4 എന്നുള്ള ആ ഒരു ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ് MT5ൽ നിന്ന് MT4ലോട്ട് മാറുന്നതാണ്. സോ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് MT5ൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞു. ഇനി ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇനി അതല്ല വ്യൂ ട്രേഡിംഗ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ വ്യൂ ട്രേഡിംഗ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് നമ്പർ കാണാൻ സാധിക്കും. അതുപോലെ ട്രേഡിംഗ് സെർവർ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ ക്രിയേറ്റ് MD പാസ്വേഡ് എന്നവിടെ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ ഒരു മെറ്റാഡേറ്റ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ മെറ്റാഡേറ്റ പാസ്വേഡ്, മെറ്റാഡേറ്റ സെർവർ അതുപോലെ ലോഗിൻ ID വെച്ചിട്ട് വേണം നിങ്ങളുടെ മെറ്റാഡേറ്റ 405 നിങ്ങൾ ഏതിനു വേണ്ടിയാണോ ക്രിയേറ്റ് ചെയ്തത് അവിടെ ഇത് ലോഗിൻ ചെയ്യേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ട് പാസ്വേഡ് സെറ്റപ്പ് ചെയ്ത ശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മേക്ക് എ ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് മേക്ക് എ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. 24 ഹവേഴ്സിനകത്ത് നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈഡ് ആവുന്നതായിരിക്കും. ഇവിടെ ഹോം സ്ക്രീനിലോട്ട് നാവിഗേറ്റ് ചെയ്യാനായി ഹോം ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ പൊസിഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും അതുപോലെ ഓപ്പൺ പൊസിഷൻ, ക്ലോസ്ഡ് പൊസിഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. ഫണ്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ്, വിഡ്രോവൽ, ഇൻ്റർനെറ്റ് ട്രാൻസ്ഫർ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ ഹബ്ബിൽ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ആഡ് ഓൺ സർവീസുകളാണ്. അതായത് നിങ്ങൾക്ക് ലോയൽറ്റി പ്രോഗ്രാം, ബോണസ്, അതുപോലെ തന്നെ ഡേറ്റ ഇൻസൈറ്റ് ഇങ്ങനെയുള്ള സിഗ്നൽ സെൻറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഹബ്ബിലായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ട്രേഡിംഗ് അക്കൗണ്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള വിൻഡോ ആണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒന്നിലധികം ട്രേഡിംഗ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സ്വിച്ച് ചെയ്ത് അതത് ട്രേഡിംഗ് അക്കൗണ്ടിന് ആവശ്യമായ ഫണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ ഈ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്.
അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സർവീസോ സപ്പോർട്ടോ ആവശ്യമൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ IBയെ കോൺടാക്ട് ചെയ്യാം. ഇനി അതല്ല അവിടെ നിന്നൊരു സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചാറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് പ്രൊഫൈലിൽ പോവുക, സപ്പോർട്ട് ചാറ്റിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ ഒരു ലൈവ് ഏജൻറ്റ് കാണും. ആ ലൈവ് ഏജൻറ്റിനോട് കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. തിരികെ മെയിൻ മെനുവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജനറൽ സെറ്റിങ്സ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് 5 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡ് ചേഞ്ച് ചെയ്യാം, അതുപോലെ ആപ്പ് തീം ചേഞ്ച് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ വീണ്ടും ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് എക്സ്ട്രാ അഡീഷണലി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്ത് സെറ്റപ്പ് അഡീഷണൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ ട്രേഡിംഗ് അക്കൗണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്കൗണ്ട് ടൈപ്സിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ അവിടെ ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റോ ഡെപ്പോസിറ്റിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റോ മറ്റു കാര്യങ്ങളെല്ലാം ഈ ഒരു വെരിഫിക്കേഷൻ ടാബിലായിരിക്കും വരുന്നത്.